വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി നിലനിൽക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തെ നേരത്തെ അറിയിച്ചിരുന്നു. ഭേദഗതിക്ക് പകരം നിലവിലെ വ്യവസ്ഥകൾ കാര്യക്ഷമമാക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്രം അയച്ച കത്ത് റിപ്പോർട്ടറിന് ലഭിച്ചു. നിയമം നിലനിൽക്കില്ല എന്ന അറിവോടെയാണ് സംസ്ഥാന സർക്കാർ പുതിയ ബിൽ പാസാക്കിയത്. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ മറുപടിയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പ്രമേയം ആവശ്യപ്പെടുന്ന പ്രകാരം വന്യജീവി നിയമം ഭേദഗതി ചെയ്യേണ്ട സാഹചര്യമില്ല. നിലവിലെ നിയമത്തിൽ വന്യജീവി ആക്രമണം ഉൾപ്പെടെ പരിഹരിക്കാൻ വ്യവസ്ഥയുണ്ട്. അത് കാര്യക്ഷമമായി നടപ്പാക്കുകയാണ് വേണ്ടതെന്നും കേന്ദ്രം സംസ്ഥാനത്തിന് മറുപടി നൽകി. പ്രമേയത്തിന് സമാനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ബില്ല് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അത് 1ാം ഷെഡ്യൂളിൽപ്പെട്ട മൃഗമാണെങ്കിൽ പോലും കൃത്യമായിട്ട് അതിനെ കൊല്ലുന്നതിനോ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നതിനോ അധികാരം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ നിയമ ഭേദഗതിയുടെ ആവശ്യമില്ല. നിലവിലുള്ള നിയമം നിങ്ങൾ ഭേദഗതി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം പങ്കിടാനും വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ ബില്ല്. കേന്ദ്ര നയത്തിന് വിപരീതമായി ബില്ല് അവതരിപ്പിച്ചാൽ നിയമമാകില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ഇത്തരമൊരു ബില്ല് പ്രഹസനമാക്കുന്നതിൽ കർഷക സംഘടനകൾക്കും എതിർപ്പുണ്ട്. BS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.